ഷാലോമിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുഖപടമണിഞ്ഞു നിന്നും നീലാകാശ കുടയുടെ കീഴിൽ വെയിൽ കാഞ്ഞും ഭൂമി വാഴെന്നും ഋതുഭേദ നിറങ്ങളാടും ആവാസഗേഹമായി ജീവനും മനുഷ്യനും നീ. ഷോളയൂർ, അഗളി, പുതൂർ പഞ്ചായത്തുകൾ ചേരുന്ന വിശാലമായ പ്രദേശമാണ് അട്ടപ്പാടി. ഇതിൽ ഷോളയൂർ പഞ്ചായത്തിൽ സാമ്പാർക്കോട് പ്രദേശത്ത് ശിരുവാണി പുഴയോരത്താണ് പുത്തൻപുരയിൽ മാത്തപ്പൻ ചേട്ടൻ്റെ വിശാലമായ കൃഷിഭൂമി. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന മാത്തപ്പൻ ചേട്ടൻ ചെറുപ്പം മുതലേ കൃഷിയിൽ തൽപരനായിരുന്നു. എൻ്റെ ഫാദറായിട്ടാണ് അട്ടപ്പാടിയിൽ വന്ന് സ്ഥലം മേടിക്കുന്നത്. ഇവിടെ നിന്നൊരു 18 കിലോമീറ്റർ ഉള്ളിലെ കൊറോമ്പാടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഫാദർ ആദ്യം വന്ന് സ്ഥലം വാങ്ങുന്നത്. അങ്ങനെ ഫാദർ സ്ഥലം വാങ്ങി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ 1968 ഞാൻ അട്ടപ്പാടി ഫാദറിൻ്റെ കൂട്ടത്തിൽ വരികയും പിന്നെ അവിടെ കൃഷി ചെയ്യുകയും അത് കഴിഞ്ഞ് അവിടുത്തെ കൃഷിയിൽ നിന്ന് വരുമാനം കൊണ്ടൊക്കെ കിട്ടിയ പൈസ കൊണ്ട് ഒരു 11 വർഷം മുമ്പ് ഇവിടെ സാമ്പാർക്കോട്, അഗളി സാമ്പാർക്കോട് വന്ന് സ്ഥലം മേടിക്കുകയും ഇവിടെ കൃഷി ആരംഭിക്കുകയും ചെയ്തു. ഒരു കുടിയേറ്റ കർഷകൻ കൂടിയായ മാത്തപ്പൻ ചേട്ടന് അട്ടപ്പാടിയുടെ പ്രതികൂല കാലാവസ്ഥകളെ തരണം ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. എങ്കിലും അദ്ദേഹം പിന്മാറിയില്ല. മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ഉള്ളൊരു സ്ഥലമാണ് അട്ടപ്പാടിയുടെ കിഴക്കൻ അട്ടപ്പാടി. ആ കിഴക്കൻ അട്ടപ്പാടിയിൽപ്പെട്ട സ്ഥലമാണ് ഈ സാമ്പാർക്കോടുള്ളത്. ഇവിടെ പുതുമഴയും വളരെ കുറച്ച് പുതുമഴയും കാലവർഷം വളരെ ദുർലഭമാണ്. കൊറോമ്പാടി മുതൽ അങ്ങനെ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കാലാവസ്ഥ രൂക്ഷമായ കാലവർഷം ഉണ്ടായാൽ മാത്രമേ ഇവിടെ ഒരു തൂളൽ മഴ മാത്രമേ ഇവിടെ കാലവർഷം കിട്ടുള്ളൂ. അല്ലെങ്കിൽ കാലവർഷം ഇവിടെ ഇല്ല. പിന്നെ തുലാമഴയാണ് കിട്ടുന്നത്. അതും ഒരു 5-6 മഴ കിട്ടും. അങ്ങനെ
എല്ലാ സമയത്തും നനച്ച് കൃഷി ചെയ്യേണ്ട ഒരു രീതിയാണ് അട്ടപ്പാടിയിൽ ഈ കിഴക്കൻ അട്ടപ്പാടിക്കുള്ളത്. അങ്ങനെ ഈ സ്ഥലത്ത് എന്തൊക്കെ ഉണ്ടാകും എന്ന് ഉള്ളതിനെപ്പറ്റി ഒരു പഠനം നടത്താൻ വേണ്ടി ഒരു 3 വർഷം അതിനുവേണ്ടി നമ്മളിവിടെ ചിലവഴിച്ചു. എല്ലാ തൈകളും വെച്ച് പിടിപ്പിച്ച് ഒന്ന് ട്രയൽ നോക്കി എന്തൊക്കെ ഉണ്ടാവുക നോക്കിയതിൻ്റെ ശേഷമാണ് എല്ലാ കൃഷികളും തുടങ്ങിയിരിക്കുന്നത്. ഇന്നീ കാണുന്ന സമ്പൽ സമൃദ്ധികൾക്കെല്ലാം പിന്നിൽ ഈ മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യവും അധ്വാനവുമുണ്ട്. തീർത്തും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഈ തരിശു ഭൂമിയെ അദ്ദേഹം കൃഷിക്ക് യോഗ്യമാക്കി. കല്ലുകൾ പാകി തട്ടുകളാക്കി തിരിച്ചു. എൻ്റെ കൃഷിരീതി ഈ അട്ടപ്പാടിയിലുള്ള സാധാരണ അട്ടപ്പാടി എന്നല്ല കേരളത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും കൃഷിയേക്കാളും വിഭിന്നമായ രീതിയിലുള്ളൊരു കൃഷി രീതിയാണ്. ഇവിടെ ഞങ്ങൾ തെങ്ങിൻ തോട്ടത്തിൽ കൃഷിയാണ്. തെങ്ങാണ് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. ആ തെങ്ങിനിടയ്ക്കൂടെ തെങ്ങേക്കട എല്ലാം കൊടിയിട്ടിട്ടുണ്ട്. അതുകൂടാതെ ജാതി, ഗ്രാമ്പു, ഓറഞ്ച്, സാത്തുക്കുടി, വാഴ, കാപ്പി, ഇങ്ങനെ എല്ലാ കൃഷികളും ഇടകലർന്ന ഒരു സമ്മിശ്രിത കൃഷിയാണ്. വാഴയൊക്കെ ഇവിടെ നിങ്ങളൊക്കെ കണ്ടു നോക്കിയൊക്കെ അറിയാം. ഇവിടെ സ്വർണ്ണമുഖി എന്ന് പറയുന്ന വാഴയൊക്കെ നല്ല അസലായിട്ട് കുലച്ച് ഒരു 9 പടല 10 പടല വരെയൊക്കെ ഉണ്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ കൃഷികളും അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് ഒരു കൃഷിയിൽ നിന്ന് വരുമാനം കുറഞ്ഞു പോയാൽ വേറെ ഏതെങ്കിലും ഒരു കൃഷിയിൽ നിന്ന് നമുക്ക് വർഷത്തിൽ ആവശ്യത്തിനുള്ള പൈസ കിട്ടിക്കൊണ്ടിരിക്കും. നാണ്യവിളകളും പഴവർഗ്ഗങ്ങളും നാടൻ ഫലവർഗ്ഗങ്ങളും എല്ലാം കൂടിച്ചേർന്ന ഈ കൃഷിഭൂമി ശിരുവാണി പുഴയോരത്തെ പറുദീസ തന്നെ. വളപ്രയോഗത്തിലും മണ്ണ് സംരക്ഷണത്തിലും ഇദ്ദേഹം കാണിക്കുന്ന കൃത്യത മറ്റു കർഷകർക്കും അനുകരിക്കാവുന്നതാണ്. ഞങ്ങളുടെ വളപ്രയോഗ രീതി തികച്ചും ജൈവ കൃഷിയിലുള്ള വളപ്രയോഗ രീതിയാണ്. ഞങ്ങൾ തെങ്ങിന് വളം ചെയ്യുന്നത് ചാണകം, വേപ്പും പിണ്ണാക്ക്, പിന്നെ കുമ്മായി ഇടുന്നുണ്ട്. അതുകൂടാതെ കോട്ടക്കൽ ആയുർവേദശാലയുടെ ജൈവവളം വാങ്ങാൻ കിട്ടാനുണ്ട്. ഈ പിന്നെ അരിഷ്ടവും ലേഖിയും എല്ലാം ഉണ്ടാക്കി എൻ്റെ വേസ്റ്റ് കിട്ടാറുണ്ട്. അതൊരു 200 ചാക്ക് ഒരാണ്ടിൽ വാങ്ങും. പിന്നെ ഞങ്ങൾക്ക് പശുവുണ്ട്. പശുവിൻ്റെ ചാണകവും പച്ചച്ചാണകവും തെങ്ങിൻ്റെ ചുവട്ടിലിടുകയും വെള്ളം നനയ്ക്കുമ്പോൾ അത് കലക്കി ചുവട്ടിലേക്ക് ഒഴുക്കി വിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് വളപ്രയോഗ രീതി. അത് പിന്നെ ഒരു വർഷത്തെ 2 വർഷമൊക്കെ കൂടുമ്പോൾ ഒരു 3 കിലോ മീനുപ്പ് വാങ്ങി ചോട്ടിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും തെങ്ങിന് നല്ല വളർച്ചയ്ക്ക് ഒരു ഇത് കാണുന്നുണ്ട്. കായും നല്ലപോലെ പിടിക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 വർഷത്തിൽ ഒരു 1/2 കിലോ മഗ്നീഷ്യം സൾഫേറ്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. മഗ്നീഷ്യം കൊടുത്താൽ തെങ്ങിൻ്റെ മഞ്ഞളിപ്പെല്ലാം മാറി നല്ല കറുത്തിരുണ്ട് ചെടി വരും. നല്ല പച്ചപ്പോട് കൂടി നിൽക്കുന്നതായിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജൈവ കൃഷികൾ മാത്രമേ കാണാനുള്ളൂ. എല്ലാം ഈ പറഞ്ഞതുപോലെ ചാണാനും ആട്ടും കാഷ്ടവും കോഴിവളവും ഒക്കെ ഇട്ടുകൊണ്ട് ചെയ്യുന്ന കൃഷി രീതിയാണ്. ധാരാളം വെള്ളമുണ്ട്. വെള്ളമെല്ലാം കൊടുത്തുകൊണ്ട് ഈ കൃഷിയെ സംരക്ഷിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ തെങ്ങിൻ്റെയും അതുപോലെ തന്നെ മറ്റ് കൃഷികളുടെയൊക്കെ ആ വളർച്ചയും കരുത്തുമൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതല്ലേ പ്രകൃതി സംരക്ഷണവും പ്രകൃതിയോട് ചേർന്നുള്ള ജീവിത രീതിയും മനുഷ്യന് ആരോഗ്യം നൽകുന്ന ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പാഠപുസ്തകം ഈ കൃഷിയിടവും ഭൂമിയാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വിവിധ ഇനം തെങ്ങുകളും കാപ്പിച്ചെടികളും നിറഞ്ഞ ഈ കൃഷിഭൂമി കാഴ്ചയ്ക്ക് ഏറെ മനോഹരമാണ്. അതിന് മാറ്റുകൂട്ടുന്ന തരത്തിലാണ് വാഴക്കൃഷിയും. സ്വർണ്ണമുഖി ഇനത്തിൽപ്പെട്ട അത്യപൂർവതരം വാഴകളും ഈ ഉദ്യാനത്തെ കൂടുതൽ വിസ്മയഭരിതമാക്കുന്നു. എല്ലാ ഇനത്തിൽപ്പെട്ട വാഴകളും കൃഷി ചെയ്യുന്നുണ്ട്. കുറേ ഇനമുണ്ട്. ഒരു 10-50 ഇനം വാഴയെങ്കിലും ഇവിടെ ഉണ്ട്. ആ എല്ലാ വാഴയുണ്ട്. ചേനയുണ്ട്, ചേമ്പുണ്ട്, കാച്ചിലുണ്ട്, മറ്റ് കിഴങ്ങുവർഗ്ഗങ്ങളുണ്ട്, ഇങ്ങനെ മഞ്ഞളുണ്ട്, ഇഞ്ചിയുണ്ട്. എല്ലാ കൃഷികളും ഇവിടെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് നല്ല രീതിയിൽ അനുഭവം നമുക്ക് തരുന്നുമുണ്ട്. മധുചേട്ടൻ്റെ കൃഷി രീതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മണ്ണിൻ്റെ ജീവൻ നിലനിർത്തുന്ന രീതിയിലും അതുപോലെ തന്നെ വരും തലമുറയ്ക്ക് ഈ മണ്ണ് കൈമാറുന്നതിനും വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കൃഷികളാണ് മധുചേട്ടൻ അവലംബിക്കുന്നത്. പൂർണ്ണമായും ജൈവിക രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. എല്ലാ വിളകളും ഇടകലർത്തി നല്ലൊരു ഇൻ്റർക്രോപ്പിംഗ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്.
അതുപോലെ തന്നെ നല്ലൊരു ജൈവവള നിർമ്മാണ യൂണിറ്റ് ഉണ്ട്, പശുവുണ്ട്. മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയുന്ന അദ്ദേഹം ഒരു പോളി ഹൗസ് ചെയ്തിട്ടുണ്ട്. ഈ പോളി ഹൗസിൽ മാതൃകയാക്കാവുന്ന രീതിയിൽ ഒരു അക്വാപോണിക് കൃഷി രീതി അവലംബിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ കൃഷിയിടത്തിലേക്ക് വേണ്ട എല്ലാ ജൈവ വളങ്ങളും ഇദ്ദേഹം തന്നെയാണ് നിർമ്മിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നടീൽ വസ്തുക്കളും ഇദ്ദേഹം ഇവിടെ തന്നെയാണ് നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഈ പഞ്ചായത്തിനും കേരളത്തിന് തന്നെയും ഇവിടുത്തെ എല്ലാ യുവ കർഷകർക്കും മാതൃകയായിട്ടുള്ള നല്ലൊരു കർഷകനാണ് ശ്രീ മധുചേട്ടൻ. ഏറെ ശ്രദ്ധയും പരിചരണവും വേണ്ട ഒന്നാണ് ജാതി കൃഷി. ഒട്ടേറെ ഇനം ജാതിച്ചെടികളാൽ ഈ കൃഷിഭൂമി അനുഗ്രഹീതമാണ്. ജാതി നല്ല ലാഭമുള്ള ഒരു കൃഷിയാണ്. ഈ മരം, ഈ കായ്ച്ചു നിൽക്കുന്ന മരം കണ്ടാൽ നമുക്കത് അറിയാൻ പറ്റും. വളരെ വിശിഷ്ടമായ രീതിയിലുള്ള കായാണ്. പത്രികനം വളരെ കട്ടി ഉള്ള പത്രിയും മുഴുത്ത കായും നല്ലപോലെ കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പിന്നെ ഉറവിടം പിണ്ണാക്കനാട് കിണറ്റുകര എന്ന് പറയുന്നൊരു നഴ്സറി ഉണ്ട് ഈരാറ്റുപേട്ടയ്ക്കടുത്ത്. അവരുടെ തൈയാണ് അത്. നല്ലൊരു വെറൈറ്റി ജാതിയാണ്. എല്ലാവർക്കും പ്ലാന്റ് ചെയ്യാൻ കൊള്ളാവുന്ന ഒരു ഇനമാണിത്. ഇതൊരു ഹൈബ്രിഡ് സീഡ്ലെസ് ചെറുനാരകമാണ്. ഇതിന് നല്ല ചെറുനാരകത്തിൻ്റേതായ അതേ ഫ്ലേവറും അതിലും കുറച്ചൊരു ടേസ്റ്റ് നാരങ്ങ വെള്ളം കുടിക്കാനുണ്ട്. താനും ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യും. അച്ചാറിനൊക്കെ വളരെ ഫേമസ് ആണ്. ഇപ്പം ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഒടിച്ചൂത്തി നാരകം എന്നും പറഞ്ഞൊരു നാരകമുണ്ട്. അത് വാങ്ങി വെച്ച് വഞ്ചരുതാകുകയും ചെയ്യരുത്. ഇത് നോക്കി എടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ തന്നെ കായ്ക്കുകയും ചെയ്യും. ഇവിടെ ഇപ്പം ഞാൻ ഇത് ഒന്ന് ട്രയൽ നോക്കിയതാണ്. ഇത് കഴിഞ്ഞിപ്പോൾ ഒരു 5 തൈകൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം പൂത്ത് 1ഉം 2ഉം കായൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല വെറൈറ്റിയാണ്, നാരകമാണ്. നല്ല വിലയും കിട്ടും. ഒരു 6, 7, 8 കായൊക്കെ ഉണ്ടെങ്കിൽ 1 കിലോ കിട്ടും. ഒരു 45-50 കിലോമീറ്റർ മുകളിൽ നിന്നാണ് ഈ പുഴ ഒഴുകി വരുന്നത്. പക്ഷേ ഞങ്ങളൊക്കെ ആദ്യം ഇവിടെ ഒരു 50 വർഷം മുമ്പ് ഇവിടെ വരുന്ന സമയത്ത് ഈ പുഴയിലെ വെള്ളം എന്ന് പറഞ്ഞാൽ കൊടുക്കാതെ പുഴയ്ക്ക് അക്കരെ ഇക്കരെ കിടക്കാൻ പറ്റില്ല. അന്ന് ഇതിൽ കൂടുതൽ വീതി ഉണ്ടായിരുന്നു, പുഴയ്ക്ക് ആഴം ഉണ്ടായിരുന്നു, ഭയങ്കര വെള്ളമായിരുന്നു. വേനൽക്കാലത്ത് പോലും പുഴ ഇറങ്ങിക്കിടക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം ഈ വർഷത്തെ പോലെ ഒരു വെള്ളപ്പറ്റ് ഈ പുഴയിൽ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. 50 വർഷത്തിൻ്റെ ഇപ്പുറത്തോട്ട് ഇന്നുവരെ കണ്ടിട്ടില്ല. കാരണം ഈ വർഷം കാലവർഷവും ചതിച്ചു, തുലാമഴയും ചതിച്ചു. അങ്ങനെ മഴകളുടെ ഒരു ചതിവിൻ്റെ കൂമ്പാരം മാത്രമാണ് ഈ കൊല്ലം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പുഴയിൽ ഇത്രയെങ്കിലും വെള്ളം കുറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പുഴ ഈ വർഷം കൂടെ, അടുത്ത വർഷം കൂടെ കാലവർഷവും തുലാവർഷവും ചതിച്ചാൽ മാത്രമേ ഈ പുഴ പറ്റുള്ളൂ. അല്ലാതെ ഈ കൊല്ലം കൊണ്ടൊന്നും ഈ പുഴ പറ്റുമൊന്നുമില്ല. കാരണം അതിനുള്ള സെറ്റപ്പിലാണ് ആ പുഴ അവിടെ നിന്ന് ഒഴുകി വരുന്നത്. മുത്തിയോളം റിസർവ് ഫോറസ്റ്റ് പക്ക ഗ്രീൻ ഫോറസ്റ്റാണ്, എവർഗ്രീൻ ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിൽ നിന്നാണ് ഈ പുഴ വരുന്നത്. അവിടെ ജനവാസം പോലും ഇല്ലാത്ത സ്ഥലവുമാണ്. അതിരൂക്ഷമായ വരൾച്ചയെ അതിജീവിക്കാനായി ഈ പുരയിടത്തിൻ്റെ ഏതാണ്ട് കേന്ദ്രഭാഗത്തും ഉയരത്തിലുമായി ഒരു ജലസംഭരണി നിർമ്മിച്ചിട്ടുണ്ട്. ശിരുവാണിപ്പുഴയുടെ ജലസമ്പന്നത ഈ കൃഷിഭൂമിയെ ഊർവരമാക്കുന്നു. പാലക്കാട് ജില്ല പോലെ വെള്ളത്തിന് ക്ഷാമമുള്ള ഒരു സ്ഥലം കേരളത്തിൽ വേറെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാര്യം ഒരുപാട് നദികളും ഡാമുകളും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആകെ ഒരു പുഴയിൽ ഒരു ഡാം, ശിരുവാണി ഡാമുണ്ട്. അത് കോയമ്പത്തൂർക്ക് വെള്ളം കൊണ്ടുവന്ന ഡാമിനാണ്. ശകലം പോലും വെള്ളം നമുക്ക് കിട്ടുന്നില്ല. പിന്നെ അതിൻ്റെ ഇടത്തെ സൈഡിൽ കൂടെ വലത്തെ സൈഡിൽ കൂടെ വേറൊരു പുഴ വരുന്നുണ്ട്. ആ പുഴയിലെ വെള്ളമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആ കിഴക്കൻ അട്ടപ്പാടി മുഴുവൻ കൃഷി ചെയ്യുന്നത് ഈ പുഴയിലെ വെള്ളം കൊണ്ട് മോട്ടർ അടിച്ചാണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ അത് പകുതി സമയം കറണ്ട് കാണിയല്ല. അപ്പം കറണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ചുവന്നേരം നടത്തിക്കൊണ്ട് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു ടാങ്കിനുള്ള പദ്ധതി തയ്യാറാക്കി. ഒരു ടാങ്കിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ
ഇവിടെ അഗ്രികൾച്ചർ ഓഫീസർ ഇവിടെ വന്നു കഴിഞ്ഞ് പുള്ളി പറഞ്ഞു ഇതിനൊരു പണിയുണ്ട്, നമുക്കത് ശരിയാക്കിയേക്കാമെന്നും പറഞ്ഞ് ആ 8.5 ലക്ഷം രൂപ ഇതിന് മൊത്തത്തിൽ ചിലവായി. 6 ലക്ഷം രൂപ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഒരു ധനസഹായം കൂടെ ദൈവകൃപയാൽ നമുക്ക് ലഭിച്ചു. അങ്ങനെ 2.5 ലക്ഷം രൂപയാൽ ഈ വലിയ ടാങ്ക് 3,65,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്ക് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അതിന് ആ കൃത്യസമയത്ത് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ വേറെ എന്താ പറയാനുള്ളത്. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം നമുക്ക് ഈ ടാങ്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് 6 ലക്ഷം രൂപ സബ്സിഡിയും കിട്ടി. ഈ പ്ലാവ് ചെറുപ്പത്തിലെ കായ്ക്കാൻ ഒരു പ്രത്യേക ഒരു രീതിയുണ്ട്. തൈ പ്ലാവിൻ്റെ ഏരത്തെ കിടക്കുന്ന, അതായത് ആദ്യം കായ്ക്കുന്ന പ്ലാവിൻ്റെ ഏരത്തിൽ കായ്ക്കുന്ന ചക്കയുടെ കുരു എടുത്ത് വെച്ചാൽ ആ കമ്പിൻ്റെ വണ്ണമാകുമ്പോൾ പ്ലാവ് കായ്ക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ടെക്നിക്ക്. ഇത് ഇങ്ങനെ വെച്ചാൽ നല്ല വെറൈറ്റി ചക്ക ഉണ്ടാക്കി കിട്ടുകയും ചെയ്യും. അതായത് അതിൻ്റെ ചക്കയുടെ വലിപ്പം കിട്ടാനായിട്ട് നടുമുറിയിലെ കുരു എടുത്തിട്ട് നടുകയും കൂടെ ചെയ്യണം. അപ്പം ഏരത്തെ കിടക്കുന്ന ചക്കയുടെ കുരു എടുത്ത് നട്ടാൽ, അതായത് ആദി പാതി അന്ത്യം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ആദി എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാം, പ്ലാവ്. പാതി തെങ്ങൊരു 25 വർഷം പ്രായമായി കഴിഞ്ഞാൽ വിത്തെടുക്കുക. അന്ത്യം കവുങ്ങാണ്. കവുങ്ങ് ഏറ്റവും ലാസ്റ്റ് പ്രായമുള്ള കവുങ്ങിൻ്റെ വേണം വിത്തെടുക്കാൻ. അതാണ് അങ്ങനെ ഒരു പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം അതാണ്. എന്ന് പറഞ്ഞാൽ പ്ലാവിൻ്റെ ആദ്യം കായ്ക്കുന്ന പ്ലാവിൻ്റെ കൊമ്പിൽ കായ്ക്കുന്ന ചക്കയുടെ കുരു എടുക്കണം. അപ്പോൾ ആ കൊമ്പിൻ്റെ വണ്ണമാകുമ്പോൾ പ്ലാവ് കായ്ക്കും. ഇത് കഴിഞ്ഞ വർഷം ഈ പ്ലാവ് കായ്ച്ചാണ്. കഴിഞ്ഞ വർഷം 3 ചക്ക ഉണ്ടായിരുന്നു. ഒട്ടേറെ പഴവർഗ്ഗങ്ങളാൽ സമൃദ്ധമാണ് ഈ തോട്ടം. വാണിജ്യ അടിസ്ഥാനത്തിൽ വരുമാനം നേടിത്തരുന്ന ഈ പഴവൃക്ഷങ്ങൾ മാത്തപ്പൻ ചേട്ടൻ്റെ അരുമകൾ തന്നെയാണ്, സംശയമില്ല. പഴവർഗ്ഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് മാവാണ്. മാവ് ഒരു 50 വെറൈറ്റി എങ്കിലും നമ്മുടെ തോട്ടത്തിലുണ്ട് ഇപ്പോൾ. പിന്നെ സപ്പോട്ടയുണ്ട്, പേരയുണ്ട്, പിന്നെ ഓറഞ്ച്, സാത്തുക്കുടി, ആപ്പിൾ, ബട്ടർ ഫ്രൂട്ട്, ഇങ്ങനെ തുടങ്ങിയ നിരവധി പഴവർഗ്ഗങ്ങൾ തോട്ടത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഒക്കെ ഓറഞ്ച്, സാത്തുക്കുടി ഇതൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. മറ്റ് ഇനങ്ങളൊക്കെ കായ്ച്ചു വരുന്നേ ഉള്ളൂ. ചെടികളാണ്, എല്ലാം വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ലച്ചിയുണ്ട്, റംബൂട്ടാനുണ്ട്, ഇതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടുകുടുംബത്തിലെ മറ്റു ചില അംഗങ്ങളാണ് കമുകും കൊടിയും. അതും ഇവിടെ സുലഭം. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ വരുമാനം ഈ വിളകളാണ്. അതിന് മാറ്റമുണ്ടായാൽ അവന്റെ ജീവിതം ഇരുട്ടിലാകും. അതിനാൽ ഈ വിളകളെല്ലാം ദൈവദാനമെന്ന് കരുതി വേണം നമ്മൾ ഓരോ ചുവടും വെക്കേണ്ടത്, മണ്ണിനെ അറിഞ്ഞുകൊണ്ട്. കവുങ്ങ് ഇപ്പോൾ ഒരു 3 ഇനം കവുങ്ങ് എനിക്ക് ആദായം തരുന്ന കവുങ്ങുകളുണ്ട്. അതായത് കാസർഗോഡൻ, സുമംഗള, മോഹിത് നഗർ. പക്ഷേങ്കിൽ എൻ്റെ അനുഭവത്തിൽ ഇതിൽ ഏറ്റവും നല്ലത് സുമംഗള എന്ന് പറയുന്ന വെറൈറ്റി കവുങ്ങാണ്. നല്ലപോലെ കായ്ക്കുകയും ചെയ്യും, പൊക്കം വളരെ കുറച്ചേ വെക്കുള്ളൂ. അങ്ങനെയുള്ള കവുങ്ങാണ്. അത് നല്ല കായുണ്ട്. അതാണ് ആദായത്തിൽ ഏറ്റവും മെച്ചം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കവുങ്ങ് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ ഇപ്പോൾ ഇൻഡർസീഡ്സ് സുമംഗള എന്ന് പറഞ്ഞൊരു പുതിയ കവുങ്ങ് തൈ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ 1 വർഷം കഴിഞ്ഞു. 2 വർഷത്തിൻ്റെ അകം അത് കായ്ക്കുന്ന രീതിയിലാണ് അതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1500 കാസർഗോഡൻ കവുങ്ങുണ്ട്. അതിൽ 1000 കവുങ്ങയിലും കുരുമുളക് പൊടി ഇട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി ഇപ്പോൾ ഇട്ടിട്ട് ഇത് 2ാം വർഷമാണ്. ഈ വർഷം എനിക്ക് 1.5 കിൻഡൽ കുരുമുളക് കിട്ടി. പിന്നെ തെങ്ങ് ഒരു 500 എണ്ണം ഉണ്ട്. 500 തെങ്ങുള്ളതിൽ ഒരു 400 തെങ്ങയിലും കുരുമുളക് പൊടി ഇട്ട് കയറ്റി ശരിയാക്കിക്കൊണ്ടിരുന്നുണ്ട്. നല്ലപോലെ കായ്ക്കുന്നുണ്ട്, കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൊടി നല്ല ശക്തിയായിട്ട് രീതിയിൽ തെങ്ങയിൽ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ കവുങ്ങയിലും കയറി വരുന്നുണ്ട്. കുരുമുളക് പൊടി ഒരു നല്ല വരുമാന മാർഗമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നിയിരിക്കുന്നത്. കാരണം 2 വർഷം കൊണ്ട്, സാധാരണ 3ാം വർഷം മുതലേ കുരുമുളക് പൊടി കായ്ക്കാറുള്ളൂ. ഇത് 2 വർഷം കൊണ്ട് നല്ല സൂപ്പറായിട്ട് കായ്ച്ചെന്ന് പറഞ്ഞാൽ 1.5 കിൻഡൽ കുരുമുളക് 2ാം വർഷം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വമ്പർ ക്രോപ്പ് നമുക്ക് കിട്ടുന്ന ഒരു ലക്ഷണമാണ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവിധ കൃഷികളും ഉണ്ട്. അതെല്ലാം അദ്ദേഹം നോക്കി വളർത്തുന്ന അദ്ദേഹത്തിൻ്റെ കൃഷി വൈഭവത്തെക്കുറിച്ച് ഒന്ന് നിരീക്ഷിച്ചാൽ
നമ്മളെല്ലാവരും അത് കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ ഭാവി ജീവിതത്തിൽ എല്ലാവരും അതൊരു പാഠമാക്കി കൃഷി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് കേരളം അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സാമ്പത്തിക മേഖലയിലൊക്കെ ഒരുപാട് വളർച്ചയുണ്ടാക്കാനും നമ്മുടേതായിട്ടുള്ള ആ കൃഷി പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും നല്ല ഒരു ഗുണപാഠം ഈ മാത്തപ്പൻ ചേട്ടൻ്റെ കൃഷിയിടത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്നുള്ളത് എനിക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദൈവകൃപയാൽ ഇത് ദൈവം എനിക്ക് കൊണ്ട് കാണിച്ചു തന്ന ഒരു സ്ഥലമാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ബൈബിളിൽ പല സ്ഥലത്തും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ദൈവം കാർഷിക സ്ഥലങ്ങൾ അല്ലെങ്കിൽ നല്ല ആടുമാടുകളെ മേയ്ക്കാനുള്ള സ്ഥലങ്ങളെ കാണിച്ചു കൊടുത്ത് അവിടെ കൊണ്ടേ ആക്കി കുടിയിരുത്തിയിട്ടുണ്ട്. അതേമാതിരി എനിക്ക് ദൈവം ഇവിടെ കുടിയിരുത്തി തന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. പുഴയുടെ തീരം, ഈ വെള്ളം ഒരിക്കലും പറ്റിയാൽ സ്വന്തമായിട്ട് റോഡ്, ടൗൺ അടുത്ത എല്ലാം നല്ല ഫെസിലിറ്റിയോടുകൂടി, പള്ളി, ആശുപത്രി എല്ലാ സൗകര്യത്തോടുകൂടി അങ്ങനെ ദൈവം കാണിച്ചു തന്ന ഒരു സ്ഥലമാണ്. എനിക്കിവിടെ വന്ന് വാങ്ങാനോ പ്ലാനില്ലായിരുന്നു. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് ഞാനിത് കണക്ക് കൂട്ടിയിരിക്കുന്നത്. കൃഷി എന്നാൽ തനിക്ക് പ്രാണവായു പോലെയാണെന്ന് ഈ മനുഷ്യൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അനുഭവ സമ്പത്തും ദൈവവിശ്വാസവും കൈമുതലായുള്ള ഈ കർഷകന് ദൈവത്തോടൊപ്പം തൻ്റെ പ്രിയ പത്നിയും എന്നും കൂട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഊർജവും. ആദ്യകാലം മുതൽ തന്നെ കൃഷിയിൽ പുള്ളിക്കാരത്തി നമ്മളോട് വളരെ സഹകരിച്ചാണ് നിന്നുകൊണ്ടിരുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയുടെ 50% എന്ന് പറഞ്ഞാൽ പോരാ, അതിൽ കൂടുതൽ പുള്ളിക്കാരത്തി എൻ്റെ കൂട്ടത്തിൽ ഉള്ള സഹകരണമാണ് എനിക്ക് ഇന്ന് കാർഷിക ലെവലിൽ ഈ ഉയർച്ചയിൽ എത്താൻ പറ്റിയതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അതെൻ്റെ ആദ്യം തന്നെ പറയട്ടെ, അതെൻ്റെ ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഒരു ഗ്ലാസ് കൂടെ വേണോ? അത് കഴിഞ്ഞ് പിന്നെ അട്ടപ്പാടി വന്നു കഴിഞ്ഞ് എല്ലാ കാര്യത്തിലും കൃഷി കാര്യങ്ങളിൽ ഒന്നുപോലെ രാവിലെ തന്നെ സഹകരിച്ച് നിൽക്കുമായിരുന്നു. പണിക്കാർക്കൊക്കെ ശാപ്പാടുണ്ടാക്കി കൊടുക്കുക, പിന്നെ പച്ചക്കറികൾ നടുക, പിന്നെ ഏലക്കായ എടുക്കാനൊക്കെ പോവുക, കുരുമുളക് പറിക്കുമ്പം ആ കൂട്ടത്തിൽ പോവുക. മെതിക്കുന്ന രാത്രിയൊക്കെ പണിക്കാർ മെതിക്കുമ്പോൾ ആ കൂടെ അവിടെ ഇടഞ്ഞു വരാനും വെക്കാനും എല്ലാം കൂടും. എന്നിട്ട് ഞങ്ങൾ വെളുപ്പിനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ചുകൊണ്ടുപോയി പറമ്പിലിട്ടിട്ട് ഞാൻ അടുക്കളയിലോട്ട് പോരും. പിന്നെ ഒരു 7-7:30 ആകുമ്പോഴത്തേനും എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കും. ഏത്തക്കയോ പുട്ടോ എന്തെങ്കിലുമൊക്കെ. അന്ന് പിന്നെ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതൊക്കെ എന്തെങ്കിലും ഇടിച്ച് പൊടിച്ച് വെച്ചിട്ട് രാവിലെ എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കും. പിന്നെ ഒരു 10 മണി 9 വരെ ഒക്കെ ആകുമ്പോഴത്തേനും കപ്പയും കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ചോറ്. പിന്നെ വൈകിട്ടും ചിലപ്പോൾ മിക്കവാറും താമസിച്ച് ശാപ്പാട് കഴിക്കുന്ന പണിക്കാരുണ്ടാവും. ഇങ്ങനെ കൃഷിയോട് താല്പര്യമുള്ള പെണ്ണുങ്ങൾ കൂട്ടത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ തന്നെ ചെറിയ കൊച്ചുങ്ങളുണ്ടായിരുന്ന സമയത്ത് ചാക്കൊക്കെ വിരിച്ച് കാപ്പിത്തോട്ടത്തിനകത്ത് കൊണ്ട് കിടത്തി കുഴി കുത്തി മുരിങ്ങാലിടാനും കൊടിയിടാനും എല്ലാ പരിപാടികൾക്കും ആദ്യം മുതലേ സഹകരിക്കാൻ കൂടിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വന്ന് നെൽകൃഷിയുള്ള സമയത്ത് രാത്രി പന്നികാവലുണ്ട്. ഒരു രാത്രിയൊക്കെ ഒരു 30 ദിവസം കാവൽ നടത്തണം. അത് രാത്രി ഒരു 12 മണി 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വല്ലാതെ ഉറക്കം വരും. അന്നൊക്കെ നല്ല ഉറക്കമുള്ള സമയമാണ്. അതും അടുത്ത് കഴിയുമ്പോൾ ഞാൻ വന്നിട്ട് പറയും, ഇനി നീ ഒരു കുറച്ച് നേരം നോക്കാൻ പറയും. പുള്ളിക്കാരത്തി ഇനിയും അടുത്ത് കഴിയുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാലും ശരി, അത് 5, 5:30, 6 മണിയൊക്കെ ആകുമ്പോഴേ കയറി വന്നിട്ട് വിളിക്കുള്ളൂ. അങ്ങനെ രാത്രിയിലും പകലും എല്ലാ സമയത്തും നമ്മളോടുകൂടെ നമ്മൾ പാടുപെടുന്ന ആ രീതി ഏത് രീതിയാണോ അതിനോട് സഹകരിച്ച് നിന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധിയും കാര്യങ്ങളുണ്ട്. അന്നൊക്കെ ഒരു 600 പറ നെല്ലൊക്കെ ഉണ്ടാക്കി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. നല്ല നെൽകൃഷിയും അത് ഇന്നത്തെ പോലെ ഈ പിന്നെ ഇലക്ട്രിക് മെഡിസിങ് സംവിധാനങ്ങളൊന്നുമില്ല. അന്ന് ഈ ലൈറ്റുമായിട്ട് ഇതിൻ്റെ ചുറ്റി നടന്ന് വേണം കാവൽ നടത്താൻ. ഈ ആനയും പന്നിയും കരടിയും പുലിയും എല്ലാം ഉള്ള നാടാണ് അവിടെ ഇങ്ങനെ തന്നെ നോക്കി വേണം ജീവിക്കാൻ. അപ്പം അതൊക്കെ ധൈര്യത്തോടു കൂടി നടന്ന് വയലിൻ്റെ ചുറ്റി നടന്ന് കാവലിന് സഹകരിക്കാൻ കൂടിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ദൈവാനുഗ്രഹം കിട്ടിയ സമയങ്ങളുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ ആദ്യം പുലിയറ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു ചെറിയ സ്റ്റോറുണ്ടായിരുന്നു. അതിന് തീ പിടിച്ചു. ഏലക്ക കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും പള്ളിയിൽ പോയി. ഞായറാഴ്ച ഞാനും ഉണ്ട്, മൂത്ത 2 പിള്ളേരും മാത്രമേ ഉള്ളൂ. 2-3 പണിക്കാർ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭയങ്കരമായിട്ട് തീ പുക പൊങ്ങുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ സ്റ്റോറിൻ്റെ മണ്ടയ്ക്ക് ഒരു തീ കത്തുന്നു, പുകയും വരുന്നു.
അപ്പോൾ 2-3 പ്രാവശ്യം എടുത്ത് ഏലക്കായൊക്കെ അതിനകത്ത് ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു. ഉണങ്ങിയത് കുറച്ചുണ്ടായിരുന്നു, ഒരു ട്രങ്കിനകത്ത് ഇങ്ങനെ കുറച്ച് ഉണങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ചാക്കിനകത്ത്. അപ്പോൾ തീ കത്തുന്ന കണ്ടുകൊണ്ട് ഞാൻ പിള്ളേരെ ഒന്നും നോക്കിയില്ല. അപ്പോൾ നമ്മുടെ ആകെയുള്ള വരുമാനമായിരുന്നു. അവിടെ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സാധനമില്ലായിരുന്നു വരുമാനം എന്ന് പറയുന്നത്. അപ്പം ഓടിച്ചെന്ന് നോക്കുമ്പോഴത്തേന് ഈ സ്റ്റോറിൻ്റെ അകം മുഴുവൻ തീയാണ്. അപ്പം നോക്കുമ്പോൾ ഈ ട്രങ്കിനകത്തിരിക്കുന്ന ഏലക്ക വരെയും ചാക്കിന് തീ പിടിച്ചു. അപ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് ഇനി വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ എന്നോർത്തുകൊണ്ട് അവിടെ ഒരു പുതപ്പ് കിടന്നു. അതെടുത്ത് ചവിട്ടി, കാലേ ചെരുപ്പുണ്ടായിരുന്നു അന്ന്, ഇട്ട് ചെരുപ്പ് കൂട്ടി ചവിട്ടി കെടുത്തിയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഈ പണിക്കാർ പെണ്ണുങ്ങൾ എന്നെ വിളിച്ചു, അയ്യോ അമ്മച്ചിയെ ചേച്ചിയെ ഓടിവായി കയറണ്ടായെന്ന് പറഞ്ഞു. എന്നാലും നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ അതിനകത്ത് കയറി പുതപ്പ് കൂട്ടി ട്രങ്ക് വലിച്ച് താഴ്ചടിച്ചു. ഞാൻ ഇറങ്ങി പുറത്ത് പടിയെല്ലാം തീയ, അകത്തും തീയ. അതിനകത്തൂടെ കയറി ഞാനതെടുത്ത് പുറത്ത് ചാടിയതും ഈ മേലെ നിന്നെല്ലാം കൂടെ ഇടിഞ്ഞ് കത്തി താഴോട്ട് ചാടി. എനിക്കൊന്നും പറ്റിയില്ല, ഒരു തീപ്പൊരി പോലെ എൻ്റെ മേത്ത് വീടില്ല. അപ്പോൾ ഇവരെല്ലാവരും പള്ളിയിൽ പോയിരിക്കുകയായിരുന്നു. രണ്ടായിരത്തി 2009 വർഷങ്ങളിലെ മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡ് മാത്തപ്പൻ ചേട്ടനായിരുന്നു. ഒപ്പം 2015 മികച്ച മണ്ണ് സംരക്ഷകനുള്ള സംസ്ഥാന അവാർഡും മാത്തപ്പൻ ചേട്ടന് സ്വന്തമാണ്. മണ്ണ് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു കൃഷിക്കാരൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് മണ്ണ് സംരക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഴ പെയ്യുന്ന സമയത്ത് മണ്ണൊലിപ്പ് തടയുക എന്നുള്ളതാണ്. ആ മണ്ണൊലിപ്പ് തടയാനായി തോട്ടത്തിൽ കൂടെ എല്ലാം ഇടക്കയ്യാലകൾ തീർത്തും വളക്കുഴികൾ തീർത്തും തെങ്ങുകൾക്കെല്ലാം തടം കെട്ടിയും തടം തീർത്തും വരുന്ന വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ഒഴുകി പോകാതെ കെട്ടി നിർത്തി, അത്ര ഭയങ്കര മഴ പെയ്താൽ മാത്രമേ വെളിയിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ആണ് തോട്ടം ഇട്ടിരിക്കുന്നത്. പിന്നെ എല്ലാ തോട്ടത്തിലുള്ള എല്ലാ തൈകളുടെയും മരങ്ങളുടെയും ചോട്ടുകളുടെ മൾച്ചിങ് നടത്തിയിട്ടുണ്ട്. മൾച്ചിങ് നടത്തിയതിൻ്റെ ഗുണം ഒരു ഭയങ്കരമാണ്. മൾച്ചിങ് കെട്ടിയാൽ മണ്ണിൻ്റെ സാന്ദ്രത നഷ്ടപ്പെടാതിരിക്കും. ചെടികളുടെ വേരുകൾ മണ്ണിൻ്റെ മുകളിൽ നിന്ന് വളമലിക്കാനുള്ള ആ പ്രവണത വളരെ കൂടുതലാണ്. അപ്പം വളം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ചാണകമാണ്. ചാണകം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് വേറൊരു വലിയ പ്രത്യേകതയുണ്ട്. മണ്ണ് വരൾച്ചയേക്കാതെ അത് തന്നെ ഒരു കവറിങ് ആയിട്ട്, ഒരു പൊതയായിട്ട് നമുക്ക് കൃഷിസ്ഥലം മാറ്റാൻ പറ്റും. പ്രകൃതിയെയും ദൈവത്തെയും അറിഞ്ഞ് തൻ്റെ കുടുംബത്തോടൊപ്പം മണ്ണിൽ പണിയെടുക്കുന്ന ഈ മനുഷ്യൻ അട്ടപ്പാടിയുടെ എന്നല്ല, നമ്മുടെ നാടിന് തന്നെ അഭിമാനമാണ്. അവർക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം. നമ്മുടെ നാട്